Hello friends, welcome to 𝙬𝙬𝙬𝙯 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്നൊരു എന്താ പറയുക മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ന്യൂസ് ലിങ്ക് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്കിപ്പോൾ ഗൂഗിൾ അടിച്ചു നോക്കി തന്നെ കണ്ടായിരിക്കും ഇപ്പോഴത്തെ ന്യൂസ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒപ്പോ വിവോ അതേപോലെ തന്നെ ഷയോമിയും ഇന്ത്യ വിടാനുള്ളൊരു എന്താ പറയുക ഒരു തയ്യാറെടുപ്പിലാണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അവരെ ടാക്സ് ഇൻവേഷൻ ചെയ്ത് പോയിട്ട് കുറേ കേസും അതേപോലെ റെയ്ഡും ഒക്കെ ഫ്രീക്വൻ്റ്ലി റെയ്ഡും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എന്താ അവരുടെ ബിസിനസ്സിനെ അത് ബാധിക്കുന്നെന്ന് പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ ടോർച്ചർ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇവർ ആക്ച്വലി ഇവരുടെ എന്താ പറയുക മാനുഫാക്ചറിങ് ഹബ്ബൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഇന്തോനേഷ്യ, ബംഗ്ലാദേശ്, ഇതൊക്കെയാണ് വിയറ്റ്നാം, അതൊക്കെയാണ് അവർ ഷിപ്പ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആക്ച്വലി ഇത് ഒന്നെങ്കിൽ ഇതാ ഒപ്പോ അതുപോലെ തന്നെ ഒപ്പോ വിവോ ഷോമി ഒക്കെ ഫുള്ളായിട്ട് മാനുഫാക്ചറിങ് നിർത്തിയിട്ട് ഇന്ത്യ വിടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഇന്ത്യയിലത്തെ ഒരു സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രീൻ്റെ ഭാവി എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പോരാത്തതിന് നമുക്ക് നമ്മുടെ കൺസ്യൂമർ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു അടി കിട്ടും. എന്താ വെച്ചാൽ വേറെ ബ്രാൻഡുകളൊന്നുമില്ല, സാംസങ്ങും പിന്നെ ആപ്പിളും മാത്രമേ ഉള്ളൂ. സാംസങ് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ വാല്യൂ ഫോർ മണി പ്രൊഡക്ട്സ് അല്ല ഇറക്കുന്നത്. അപ്പോൾ ഈ ഷയോമിയൊക്കെ വരാനായിട്ട് മുമ്പ് നിങ്ങൾക്ക് ഉള്ള അവസ്ഥ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഒരു 20,000 രൂപയുടെ ഫോണിന് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ 10,000-ൻ്റെ വാല്യൂ പോലും ഇല്ലാത്ത സ്പെക്സ് വെച്ചാണ് ഇറക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോഴും ആ വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറുതായിട്ട് നല്ല ഇമ്പ്രൂവ് ആയെന്ന് മാത്രം ഈ കോമ്പറ്റീഷൻ ഉള്ളത് കാരണം. അപ്പോൾ ഈ ചൈനീസ് ബ്രാൻഡുകൾ പോയി കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ ഇല്ലാണ്ടാവുമെന്ന് വെച്ചാൽ അവർ തന്നെ ഒരു മോണോപ്പൊളി ആവും. അപ്പോൾ ഈ സാംസങ് പ്രൈസും കൂട്ടും ചെയ്യും, നല്ല സ്പെക്സ് പറഞ്ഞ സംഭവങ്ങൾ ഇറക്കും ചെയ്യും. അപ്പോൾ അത് ശരിക്കും ഒരു അടിയാണ്. ശരിക്കും സാംസങ് നല്ല വാല്യൂ ഫോർ പ്രൊഡക്ട്സ് ഇറക്കി കഴിഞ്ഞാൽ ശരിക്കും അവർക്ക് എന്താ പറയുക ഇപ്പോഴും അവർക്ക് നല്ല സെയിൽസ് ഉണ്ട്. എന്നാൽ അതുകൊണ്ടാണ് എന്തൊരു പ്രശ്നം വരുന്നത്. ശരിക്കും ഇറക്കി കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ് സാംസങ്. എന്ന് വെച്ചാൽ അവർ ശരിക്കും വാല്യൂ ഫോർ പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ അവരുടെ ക്വാളിറ്റിയും സംഭവങ്ങളും സർവീസ് നെറ്റ്വർക്കൊക്കെ കാരണം നല്ലൊരു വാല്യൂ ഫോർ മണി ശരിക്കും കൺസ്യൂമേഴ്സിന് കിട്ടിയാണ്. പക്ഷേ അതല്ല ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ശരിക്കുള്ള സ്ഥിതി. പക്ഷേ ഇതിപ്പോൾ റീസെൻ്റ്ലി ഇങ്ങനെയാണ് ഇപ്പോൾ ന്യൂസ് വന്നേക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ ന്യൂസ് കാണാൻ കണ്ടുകൊണ്ടിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ന്യൂസ് വന്നതിൻ്റെ ഇക്കണോമിക്സ് ടൈംസ് ഒക്കെ മെയിനായിട്ടുള്ള എല്ലാ ന്യൂസ് ചാനൽസും ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഓൾറെഡി ശരിക്കുള്ള ന്യൂസ് തന്നെയാണ്. 99% ശരിക്കുള്ള ന്യൂസ് തന്നെയാണ്. പക്ഷേ ഇത് ഇന്ത്യ വിട്ട് ഫുള്ളി സ്റ്റോപ്പ് ചെയ്തിട്ട് പോവോ അതോ അവർ മാനുഫാക്ചറിങ് ഹബ്ബ് മാത്രം മാറ്റാണോ എന്നാണ് ഇനി കറക്റ്റ് സ്പെസിഫൈ ഉള്ളത്. ഇത് ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാലും ഇന്ത്യക്ക് നമ്മുടെ കൺസ്യൂമേഴ്സിന് നോക്കിക്കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് സൈഡിന് നല്ലൊരു അടി തന്നെയാണ്. ഇന്ത്യയുടെ എക്കണോമിക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാലും നല്ല അടിയാണ്. എന്ന് വെച്ചാൽ മാനുഫാക്ചറിങ് ഹബ്ബ് പോയി കഴിഞ്ഞാൽ അത്രയ്ക്ക് ജോലി ഉണ്ടായിരുന്നത് പോവാണ്. അപ്പോൾ അതും ഒരു അടി തന്നെയാണ്. അപ്പോൾ ഇത് ശരിക്കും എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പോൾ റീസെൻ്റ്ലി ഷോമിനൊക്കെ 5,000 കോടി തട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓൾറെഡി കേസും കാണാനൊക്കെ ഉണ്ടായിരിക്കും. ഇത് ചിലപ്പോൾ ശരിയായിരിക്കാം. എന്ന് വെച്ചാൽ ചൈനീസ് ബ്രാൻഡുകൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷേ ഇത് ശരിക്കും സെൻട്രൽ ഗവൺമെൻറ് സൈഡിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ പൊളിറ്റീഷ്യൻസ് പരിപാടി കുറച്ച് എന്താ പറയുക ശരിയായില്ലെങ്കിൽ അവർ ടോർച്ചർ ചെയ്യുന്ന പരിപാടിയൊക്കെ പണ്ട് തൊട്ടേ ഉള്ളതാണ്. ഇനി ആ പരിപാടിയാണോ അതോ സെൻട്രൽ ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ള പരിപാടിയാണോ അതോ ചൈനീസ് ബ്രാൻഡിൻ്റെ പരിപാടിയാണോ എന്ന് സാധാരണ നമുക്ക് പറയാൻ പറ്റില്ല, അറിയില്ല. പക്ഷേ ഇത് ഇവർ നിർത്തിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കൺസ്യൂമേഴ്സിന് നല്ല പണി തന്നെയാണ്. എന്ന് വെച്ചാൽ ഒപ്പോ വിവോ ഷോമിയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അവരെ കുറേ സബ് ബ്രാൻഡുകളാണ് ഫുൾ കളിക്കുന്നത്. ഈ 3 ഫോൺ അല്ലാണ്ട് തന്നെ ഇപ്പോൾ ഒപ്പോൻ്റെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഒപ്പോൻ്റെ സബ് ബ്രാൻഡ് എന്ന് വെച്ചാൽ മെയിൻ ബ്രാൻഡായ BBK ഇലക്ട്രോണിക്സിൻ്റെ അണ്ടറിൽ കുറേ ബ്രാൻഡുകൾ വരുന്നുണ്ട്. അതായത് IQQ വരുന്നുണ്ട്, നമ്മുടെ OnePlus വരുന്നുണ്ട്, അതുപോലെ ഷോമിയുടെ നോക്കിക്കഴിഞ്ഞാൽ പൊക്കോ വരുന്നുണ്ട്, റെഡ്മി വരുന്നുണ്ട്, എന്ന് വെച്ചാൽ ഈ റിയൽമി വരുന്നുണ്ട് ഒപ്പോൻ്റെ സൈഡിൽ. അപ്പോൾ ഇതൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല. ആകെ സാംസങ് ഒപ്പോ മാത്രമേ ഉള്ളൂ. ഇന്ത്യ ബ്രാൻഡ് എന്ന് പറയാൻ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. വെറുതെ ചുമ്മാ പേര് മാത്രമേ ഉള്ളൂ. ലാവയും മൈക്രോമാക്സ് അത് അവർ തന്നെ ഇറക്കുന്നത് തന്നെ റീബ്രാൻഡ് ചെയ്തിട്ടാണ്. ചൈനീസ് സാധനങ്ങൾ ലോക്കൽ ചൈനീസ് ഫോണുകൾ റീബ്രാൻഡ് ചെയ്തിട്ടാണ് ഇറക്കുന്നത്. അപ്പോൾ ഇത് നിർത്താനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസ് ഇല്ല. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവങ്ങൾ വന്നുകൊണ്ട് ഈ ബ്രാൻഡുകൾ ഓൾറെഡി ഒരു തീരുമാനിച്ചു എന്നാണ് നമ്മുടെ ഈ ചൈനീസ് വെൻഡറിൻ്റെ അതായത് ചൈനീസ് കമ്പനികളുടെ ചൈനീസ് മീഡിയയിൽ കൊടുത്ത ന്യൂസ്. അപ്പോൾ അത് ശരിയാവാനാണ് ചാൻസ്. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നല്ല അടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി പുതിയ ഫോൺ വാങ്ങിക്കുന്നവരൊക്കെ ആപ്പിളിൻ്റെ ഇപ്പോൾ പ്രൈസൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇന്ത്യയിൽ അല്ലെങ്കിൽ നല്ല കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാവും സാംസങ് കുറച്ച് മുമ്പ്. എന്ന് വെച്ചാൽ പണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും, ഇപ്പോഴത്തെ പുതിയ ആൾക്കാർക്കൊന്നും അറിയണ്ടാവില്ല. പണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ഷോമിക്ക് വരാനായിട്ട് മുമ്പ് സാംസങ്ങിൻ്റെ പ്രൈസ് എങ്ങനെയായിരുന്നു എന്ന്. ആ സ്ഥിതിയാവും. അപ്പോൾ നല്ലൊരു അടിയാണ് കിട്ടിക്കുന്നത് കൺസ്യൂമേഴ്സിന്. ഇത് ഫുള്ളായിട്ട് നിർത്തിപ്പോയി കഴിഞ്ഞാൽ നല്ല പണി കിട്ടി. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ ബ്രാൻഡ് യൂസ് ചെയ്യുന്നവർക്ക് എനിക്ക് തോന്നുന്നത് സപ്പോർട്ടിൻ്റെ സൈഡിൽ നിന്നും അതൊരു ഇഷ്യൂ വരാനുള്ള ചാൻസും ഉണ്ട്. എന്ന് വെച്ചാൽ മാനുഫാക്ചറിങ് സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ സപ്പോർട്ട് സൈഡും നല്ലോണം കുറയാനുള്ള ചാൻസും ഉണ്ട്. അതുപോലെ തന്നെ അപ്ഡേറ്റ്സുകളും കുറയാനുള്ള നല്ല സാധ്യതകളുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു അടിയാണ് കൺസ്യൂമർ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഇൻഫർമേഷൻ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കമ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം. എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. എന്ന് വെച്ചാൽ ഈ ബ്രാൻഡുകൾ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു അടിയാണ് കിട്ടാൻ പോകുന്നത് നമ്മുടെ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിക്ക്.
പ്രത്യേകിച്ച് കൺസ്യൂമേഴ്സിന്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. രണ്ടാം ചാനൽ കാണാത്തൊരു കണ്ടോക്കുക. നമ്മൾ 𝙤𝙤𝙬𝙯 നമ്മൾ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഹെൽത്ത് കെയർ പ്രൊഡക്ട്സും അതുപോലത്തെ അങ്ങനത്തെ കുറേ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂവും അതുപോലെ തന്നെ ഫുഡിൻ്റെ ഷോർട്ട്സും അങ്ങനെയൊക്കെ നമ്മൾ ഇടുന്നത്. ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട. ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി 𝙤𝙤𝙬𝙯 ഓൾറെഡി ഞാൻ പേര് കാണിക്കുന്നുണ്ട് കേട്ടോ. സെർച്ച് ചെയ്താൽ ഞങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെക്കൗട്ട് ഇതൊക്കെ മറക്കണ്ട. ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ അടുത്ത് വിടണം. ബൈ.